ഇനി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ഫെബ്രുവരി 23-നാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ക്രിക്കറ്റിലെ ഒരു വലിയൊരു പോരാട്ടം തന്നെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. പണ്ടൊക്കെ ആണെങ്കിലും ഷുഐബ് അക്തർ, സച്ചിൻ ഇങ്ങനെയുള്ള ആളുകൾ തമ്മിലുള്ള ഒരു പോരാട്ടമൊക്കെ ആയിട്ട് ഈ മത്സരങ്ങൾ മാറാറുണ്ട്. അപ്പൊ ഇനി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയൊരു വിവാദങ്ങളും ഇതൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു നല്ല മത്സരം തന്നെ നമുക്ക് ഫെബ്രുവരി 23-ന് കാണാനാകും എന്ന കാര്യം ഉറപ്പാണ്. എങ്ങനെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഈ ഒരു ഇന്ത്യ പാക് പോരാട്ടങ്ങളുടെ ഒരു സാഹചര്യം, എങ്ങനെയാണ് അത്, അതിലെ കണക്കുകൾ എന്തൊക്കെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോൾ മത്സരിക്കുന്ന ICC ടൂർണമെന്റിൽ അല്ലെങ്കിൽ കൂടി, ഇപ്പം ICC ടൂർണമെന്റിൽ മാത്രമാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അതല്ലെങ്കിൽ കൂടി ഒരു വൈകാരിക തലം കൂടി അതിനുണ്ട്. കളത്തിന് പുറത്തെ കാര്യങ്ങൾ കൂടി അതിലേക്ക് വരും. വികാരം, രണ്ട് രാജ്യങ്ങളുടെ വികാരം കൂടി ചേർന്ന് വരുന്നൊരു മത്സരങ്ങളായിട്ട് പലപ്പോഴും വരുന്നത്. അത് ഫെബ്രുവരിയിൽ വരുന്ന അടുത്ത മത്സരത്തിലും തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം ചാമ്പ്യൻസ് ട്രോഫിയുടെ ഹിസ്റ്ററി നോക്കുമ്പം 5 തവണയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയത്. അതിൽ വിജയത്തിന് കണക്ക് പാകിസ്ഥാനാണ് അനുകൂലം. പക്ഷെ അത് ഇതൊക്കെ ആണെങ്കിലും ICC ഇവന്റുകളുടെ ടോട്ടൽ കണക്ക് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മേധാവിത്വം, ഒരു ഡോമിനേഷൻ ഇന്ത്യൻ ടീമിന് ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും. പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരുമ്പോൾ അത് മാറിപ്പോയി. അതിപ്പം 5 മത്സരത്തിൽ 3 മത്സരത്തിൽ പാകിസ്ഥാനും 2 മത്സരത്തിൽ ഇന്ത്യ ജയിച്ചു. ആ 3 മത്സരം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് ഉൾപ്പെടെയാണ്. അതിൻ്റെ ഒരു കണക്കിന്, അതിനൊരു മറുപടി അവിടെ നിന്ന് നിർത്തിയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് ഇന്ത്യക്ക് വരുന്നത്. ആ ടീമിൽ അധിക താരങ്ങളൊന്നും ഇല്ല, പക്ഷേ സീനിയർ താരങ്ങളൊക്കെ ഇപ്പോഴും ആ ചാമ്പ്യൻസ് ട്രോഫി കളിച്ചവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു പക വീട്ടണം. കാരണം 2017 ഗ്രൂപ്പ് ഘട്ടത്തിൽ പാകിസ്ഥാനെ വലിയ റണ്ണിന് തോൽപ്പിച്ചൊരു ടീം ഇപ്പം ഫൈനലിൽ വന്നിട്ട് പിന്നെ വളരെ ഒരു നിരാശപ്പെടുത്തിയ ബാറ്റിംഗ് നിരയൊക്കെ ആയിരുന്നു അതിൽ അന്ന് കളിച്ച. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യ ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരത്തിൽ ഇന്ത്യ 300 റൺസിൽ അധിക സ്കോർ ചെയ്യുന്നു. ഏകദേശം ഒരു 150-160 ആ ഒരു സ്കോറിൽ പാകിസ്ഥാന്റെ മറുപടി അവസാനിക്കുന്നു. ഇതേ സമാനമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് ഫൈനലിൽ സംഭവിക്കുന്നത്. നേരെ ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാത്രം. അതായത് പാകിസ്ഥാൻ 338 എടുക്കുന്നു, ഇന്ത്യ ആ സ്കോർ എത്താൻ പറ്റുന്നില്ല. വളരെ ബാറ്റിംഗിൽ വളരെയധികം അത്രയും ഒരു പരാജയം ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ ഈ രണ്ട് മത്സരങ്ങളെയും താരതമ്യം ചെയ്യുമ്പോൾ ഇതിലുണ്ടായ ഒരു പ്രധാന മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ മത്സരത്തിൽ, അതായത് ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരത്തിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഫോമിലെത്തി. ഫൈനലിൽ ഇവർ രണ്ടുപേരും ഇപ്പോഴത്തെ ഇനി വരാൻ പോകുന്ന മത്സരത്തിൽ ഇന്ത്യൻ ടീമിനോട് കളിക്കുന്നുണ്ട്. അതൊരു അവര് ഈ പറഞ്ഞ പോലെ തന്നെ ഈ രോഹിത്തും കോഹ്ലിയും തുടങ്ങുന്ന ബാറ്റിംഗ് നിര തിളങ്ങിയാൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് അനായാസം മറികടക്കാൻ പറ്റും. പക്ഷേ അത് നമുക്ക് ഇപ്പോഴത്തെ നിലയിൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പം രണ്ടാമത്തെ മത്സരമാണ് ഇന്ത്യയുടെ വരുന്നത് ഫെബ്രുവരി 23 വരുന്നത്. അപ്പം ഈ ടെസ്റ്റ് മത്സരങ്ങളൊക്കെ ഫോം ഔട്ടൊക്കെ വരുന്ന താരങ്ങളാണ്. പിന്നെ പക്ഷേ സീനിയർ താരങ്ങളുടെ ഏകദിന ഫോർമാറ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇരുവരും തിളങ്ങിയാൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് സുഖമായിട്ട് മറികടക്കാൻ പറ്റുന്ന ഉറപ്പാണ്. അന്നത്തെ ഹാർദിക് പാണ്ഡ്യ, പിന്നെ ഹാർദിക് പാണ്ഡ്യയാണ് കഴിഞ്ഞ പ്രാവശ്യം ബാറ്റ് കൊണ്ട് ബോൾ കൊണ്ട് തിളങ്ങിയത് ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു. 43 പന്തിൽ നിന്നാണ് 77 റൺസ് എടുക്കുന്നത്. ടീം 150 റൺസ് മാത്രം എടുക്കുമ്പോഴാണ് ഹാർദിക് പാണ്ഡ്യ ഒരു പൊരുതി നോക്കിയത് ഹാർദിക് ആയിരുന്നു. ഒരു വിക്കറ്റും ആദ്യം നേടിയിട്ടുണ്ടായിരുന്നു. അന്ന് ബൂംറ, ഇന്നിപ്പോ നമ്മുടെ സൂപ്പർ സ്റ്റാർ ബൂംറയാണ് അന്ന് തിരിച്ചടി പറ്റിയ ഒരു താരം. പിന്നെ അതെ, 2 മത്സരങ്ങളിൽ ബൂംറക്ക് വിക്കറ്റ് കിട്ടിയിട്ടില്ല. മാത്രമല്ല ഫൈനലില് ബൂംറയുടെ ഒരു റണ്ണ് വഴങ്ങുന്നതിലുള്ള ഒരു ഇത് എടുത്തു പറയണം. കാരണം 9 ഓവർ എറിഞ്ഞിട്ട് 68 റൺസാണ് ബൂംറ വഴങ്ങിയത്. ബൂംറക്ക് ഒരു പിന്നെ പാകിസ്ഥാനോടുള്ള മോശം റെക്കോർഡ് മറികടക്കാൻ ഒരു അവസരം കൂടിയാണ്. ബൂംറ ചെയ്താൽ തന്നെ ഇന്ത്യക്ക് വളരെയധികം ഓക്കെയാവും. ഇന്ത്യയുടെ പാകിസ്ഥാന്റെ ബാറ്റിംഗ് തകർക്കാൻ ബൂംറ അത്രയും ഫോമിൽ നിൽക്കുന്ന, കരിയറിലെ മികച്ചൊരു ഫോമിൽ നിൽക്കുന്ന ടൈം കൂടിയാണ്. അപ്പം ആ ബൂംറ ആ ഒരു ഇത് പാകിസ്ഥാനെതിരെ തൻ്റെ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ അവസാന ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളിലെ ഒരു പ്രതികാരം തീർക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റും. പിന്നെ നമ്മളിവിടെ പറഞ്ഞു വരുമ്പം പലപ്പോഴും ഇപ്പം വിവാദങ്ങളിലൂടെയാണ് ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള മത്സരത്തിലേക്ക് പോകുന്നത്. ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കളിക്കാൻ പോകുന്നില്ല എന്നിടത്ത് തുടങ്ങിയ വിവാദം ഇപ്പം ജേഴ്സിലൊരു എത്തിക്കുകയാണ്. ഇതുപോലെ തന്നെ പല വിവാദങ്ങൾ എന്നും ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലിടും. പണ്ട് നമ്മൾ പറഞ്ഞ പോലെ അക്തറും സച്ചിനും ഇങ്ങനെ എപ്പോഴും തീവാർന്ന പോരാട്ടം തന്നെയാണ് ഇരുവരും നേർക്ക് വരുമ്പോൾ. അതിൽ ചാമ്പ്യൻസ് ട്രോഫിയിലും ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നത് 2003 ലോകകപ്പിൽ ഇന്ത്യ സമ്പൂർണ്ണമായിട്ട് പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വർഷമാണ് 2004 ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത്. ആ മത്സരത്തിൽ ഒരു രസകരമായ ഇൻസിഡന്റ് അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു താരം നമ്മുടെ രാഹുൽ ദ്രാവിഡിൽ നിന്നാണ്. കളിക്കളത്തിൽ അത്രയും സൈലന്റായിരിക്കുന്ന ഒരു താരമാണ് രാഹുൽ ദ്രാവിഡും ഷോയബ് അക്തറും. എനിക്ക് തോന്നുന്നു രാഹുൽ ദ്രാവിഡിന്റെ ഈ അടുത്തൊരു പരസ്യം വന്നിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ, തീരദേശത്തിലല്ലാത്ത ദ്രാവിഡ് ദേഷ്യപ്പെടുന്നു ഇൻസിഡന്റ്. അത് പറഞ്ഞു ഇപ്പം അന്ന് നോൺ സ്ട്രൈക്ക് പിന്നെ ബാറ്റ് ചെയ്തിട്ട് റണ്ണായി ഓടുന്ന സമയത്ത് അക്തറുമായിട്ടൊന്ന് കൂട്ടിയിടിക്കുകയാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകാർക്ക് ഉണ്ടാവുന്നു. ഇൻസമോളിലൊക്കെ വന്ന് രണ്ടുപേരും പാകിസ്ഥാന്റെ നായകൻ ഇൻസമോളിലൊക്കെ വന്ന് രണ്ടുപേരും മാറ്റി നിർത്തുന്നു.
അന്ന് നോൺ സ്ട്രൈക്കിൽ ഉണ്ടായിരുന്നത് ഇന്ന് നമ്മുടെ ചീഫ് സെലക്ടർ അഗാക്കർ കൂടിയായിരുന്നു. അപ്പം ഒരു വല്ലാത്തൊരു ആ ഒരു ഇൻസിഡൻറ്റോടുകൂടി പിന്നെ രണ്ട് ടീമുകളും മത്സരം ഒന്നുകൂടി ചൂടാവുകയാണ്. ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വീറും വാശിയേറിയ മത്സരമാണ് ഇന്ത്യയും പാകിസ്ഥാനും. പക്ഷേ ദ്രാവിഡിനെ പോലുള്ള അക്തറിനെ പോലുള്ള വീട്ടിൽ കോർക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം ഉണ്ടാവുന്നു ഒക്കെ പറയുമ്പോൾ ഒരു സംഭവം കരിയർ തന്നെ ചുരുക്കം ചില സന്ദർഭങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് സംഭവിച്ചത്. ആ മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവിയായിരുന്നു, പാകിസ്ഥാനാണ് വിജയിച്ചത്. അന്ന് അക്തർ തിളങ്ങിയ ഒരു മത്സരം കൂടിയായിരുന്നു അത്. അതിനുശേഷം വരുമ്പോൾ 2017 കഴിഞ്ഞ വർഷത്തെ നമുക്ക് പറയാം, കഴിഞ്ഞ 2009 ഇത് പറയുകയാണെങ്കിൽ 2009 ഇന്ത്യയാണ് വിജയിക്കുന്നത്. ആദ്യത്തെ 2 പാകിസ്ഥാൻ ജയിച്ചു, പിന്നത്തെ 2 മത്സരങ്ങൾ ഇന്ത്യ ആയിരുന്നു. 2009 പാകിസ്ഥാനാണ് ജയിക്കുന്നത് രണ്ടാമത്തെ മത്സരത്തിൽ. പിന്നീട് വന്ന 2 മത്സരങ്ങളിലാണ് ഇന്ത്യ ജയിച്ചത്. പിന്നെ ഇപ്പൊ 2017 ആദ്യ മത്സരം ഇന്ത്യ ജയിച്ചു, അതിനുശേഷം ഫൈനൽ തോറ്റു. അപ്പോൾ ഈ 2017 ഓവലിൽ മത്സരം നടക്കുന്നതൊക്കെ പിന്നെ പാകിസ്ഥാന്റെ ആരാധകരും ഇന്ത്യൻ താരങ്ങളും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. മുഹമ്മദ് ഷമിയായിട്ട് പിന്നെ അത് പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കോഹ്ലി പോകുമ്പോഴും മറ്റു താരങ്ങൾ പിന്നെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുമ്പോഴൊക്കെ താരങ്ങൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. ഷമിയോട് ചോദിച്ചൊരു തീരെ മോശമായ ഒരു ചോദ്യമായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷമി അത് തിരിച്ചു വരികയും ആരാധകരോട് പിന്നെ തർക്കത്തിലെടുക്കായിരുന്നു. അന്ന് ധോണി ഇടപെട്ടിട്ടാണ് ഷമിയെ കൂടി ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. അതും കളത്തിന് പുറത്തും കളത്തിനകത്തും, അതായത് കാണികൾക്കിടയിൽ പോലും ആ ഒരു വീറും വാശിയും തെളിയുന്നൊരു ഇതാണ്. പക്ഷേ ഒരിക്കലും പാടില്ലാത്ത രീതിയിലുള്ള സംസ്ഥാനങ്ങളാണ് അന്ന് താരത്തിൽ പിന്നെ ആരാധകരിൽ നിന്നുണ്ടായത്. ആ താരം ചോദ്യം ചെയ്യുമായിരുന്നു, സ്വാഭാവിക ഒരു പ്രതികരണം മാത്രമായിരുന്നു അത്, ആ ചോദ്യം ചെയ്യുന്നതിന്. അതിനുശേഷമാണ് ഇപ്പം 2025 വരുമ്പോഴേക്ക് ചാമ്പ്യൻസ് ട്രോഫിയിൽ മൊത്തം വിവാദമാവുന്നത്. പാകിസ്ഥാൻ മത്സരം നടക്കുന്നു, ഇന്ത്യ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് കുറെ നാൾ അല്ല, ഇത് എനിക്ക് തോന്നുന്നു മുമ്പ് ഇതുപോലെ ഇന്ത്യ അങ്ങോട്ട് പോകുന്നില്ല എന്ന സമയത്ത് ഹൈബ്രിഡ് മോഡലിന് പെട്ടെന്ന് പാകിസ്ഥാന് സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ അതിനുശേഷം എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വന്നു. പക്ഷെ ഇത്തവണ പാകിസ്ഥാൻ കൃത്യമായിട്ട് അതായത് തീരെ ഇതിനൊന്നും പാകിസ്ഥാന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇന്ത്യയുടെ മത്സരവും പാകിസ്ഥാൻ മത്സരവും രാജ്യത്ത് നടന്നാൽ അത് സാമ്പത്തികമായിട്ട് വലിയ നേട്ടമാണ്, വലിയൊരു മാറ്റം ഉണ്ടാകുന്നതാണ് ക്രിക്കറ്റിന്. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ പിന്നെ പാകിസ്ഥാനിൽ വരിക എന്നുള്ളത് തന്നെ അവർക്ക് ഇപ്പോൾ ആവശ്യമാണ്. പാക് ക്രിക്കറ്റ് ആവശ്യമാണ്. അവിടെ ഇന്ത്യൻ ടീം കളിക്കുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഊർജ്ജമേക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇന്ത്യ അതിന് തയ്യാറാവുന്നത് സ്വാഭാവികമായിട്ട് അവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ കിട്ടും. അവരുടെ ക്രിക്കറ്റിനെ കൂടുതൽ, അവരുടെ നാട്ടിലുള്ള ക്രിക്കറ്റിനെ കൂടുതൽ രാജ്യങ്ങൾ വിശ്വാസത്തിലെടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇതൊക്കെ ഒരു ശരി. ഇപ്പോഴും സുരക്ഷയെ കുറിച്ച് ആശങ്കയൊക്കെ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ പിന്മാറ്റം ഇപ്പം ദുബായിലേക്കാണ് പിന്നെ ഗൾഫ് കളിക്ക് മാറുന്നത്. അപ്പൊ അതിന്റെ പേരിൽ ചർച്ച നടന്നു. അത് കഴിഞ്ഞ് പിന്നെ ഏകദേശം തീരുമാനമായി. ആ ചർച്ച എനിക്ക് തോന്നുന്നു 2027-28 വരെയുള്ള ഈ ഇന്ത്യയിലും പാകിസ്ഥാനിലും നടക്കുന്ന മത്സരങ്ങളെല്ലാം ഇരു ടീമുകൾക്കും ഇതുപോലെ ഹൈബ്രിഡ് മോഡലായിട്ട് നടക്കാനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനുശേഷം ഇപ്പൊ ഏറ്റവും വലിയ കഴിഞ്ഞ ദിവസം വന്നത് ജേഴ്സിയിൽ പിന്നെ ഇന്ത്യ പാകിസ്ഥാന്റെ പേര് വെച്ചില്ല എന്നൊരു വിവാദം നടക്കുന്നുണ്ട്. അപ്പം സാധാരണ ICC ടൂർണമെന്റുകളിൽ എവിടെയാണ് മത്സരം നടക്കുന്നത്, അത് നടക്കുന്ന ജേഴ്സികളിൽ ആ പ്ലേസ് എവിടെയാണ് നടക്കുന്നതിന്റെ പേര് വെക്കാറുണ്ട്. പക്ഷെ ഇന്ത്യ പാകിസ്ഥാന് വെക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിലാണ് നടക്കുന്നത്. ടൂർണമെന്റ് ഇപ്പം പാകിസ്ഥാൻ നടക്കുന്നത് ആതിഥേയരായിട്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ്. കൃത്യമായിട്ടും ആ ഒരു നേരത്തെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതാണ് ഈ പ്രശ്നങ്ങൾ കാരണമായത്. പക്ഷെ അത് പാകിസ്ഥാൻ വീണ്ടും ചർച്ച ചെയ്യുന്നത്. കാരണം പാകിസ്ഥാനാണ് മത്സരം നടക്കുന്നത്, ഇന്ത്യക്ക് വേണ്ടിയാണ് മാറ്റുന്നത് എന്നില്ലാണ് അവർ പറയുന്നത്. അതിന്റെ ലോജിക്ക് എന്ത് തന്നെയായാലും ഇപ്പം കളിക്കളത്തിൽ ഇന്ത്യയുടെ BCCയുടെ തീരുമാനമാണ് അതിൽ നമുക്ക് പിന്നെ സംഭവം അങ്ങനെ വരുന്നത്. പക്ഷെ അത് വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ട്. വീണ്ടും അതൊന്നും കൂടി വാശി കൂടുവാണ് ഇതിന്റെ പേരിൽ. പിന്നെ ഇപ്പോൾ മറ്റൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പം രോഹിത് ശർമ്മ പാകിസ്ഥാനിലേക്ക് പോകുമോ, നായകന്മാരുടെ ഫോട്ടോ സെഷന് വേണ്ടി പോകുമെന്ന് ചോദിച്ചു. നല്ലൊരു പ്രതികരണം ഇതുവരെ വരുന്നില്ല, ഒഫീഷ്യലായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. രോഹിത് എങ്ങനെയായിരിക്കും എന്നുള്ള പ്രതികരണമൊന്നും വന്നില്ല. അതിൽ എനിക്ക് തോന്നുന്ന 2 കാര്യമുള്ളത്. ഒന്ന്, ഇതുവരെ രോഹിത് ശർമ്മ തന്റെ കരിയറിൽ പാകിസ്ഥാനിലേക്ക് ട്രാവൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷാ പ്രശ്നങ്ങളാണല്ലോ ഇന്ത്യ ഉന്നയിക്കുന്ന ഒരു വിഷയം. പേര് വരെ വെക്കാത്തൊരു സാഹചര്യത്തിൽ പോകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അവിടെ രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇന്ത്യ ഇത്തരം ഒരു ഇവന്റുകളിൽ നിന്ന് ഇന്ത്യനെ മാറ്റി നിർത്താൻ ICCക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും കൂടി ഇന്ത്യക്കും കൂടി സ്വീകാര്യമാകുന്ന തരത്തിൽ അതൊരു വേറൊരു ന്യൂട്രൽ വേദിയിൽ വെച്ചിട്ട് നടത്തുമോ എന്ന കാര്യം പറയാൻ പറ്റില്ല. അതും സാധ്യത കൂടുതൽ അതിനാണ് വരുന്നത്. പക്ഷെ അതിൽ തീരുമാനമായിട്ടില്ല, അതുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കളത്തിന് അകത്തെയും പുറത്തെയും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഫെബ്രുവരി 23 കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് ഈ രാജ്യങ്ങളും. അപ്പോൾ അത് എന്തായാലും അത് ഇപ്പം പാകിസ്ഥാൻ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോകകപ്പും മറ്റ് ICCയുടെ ടൂർണമെൻറ്റുകൾ നോക്കുമ്പോൾ പാകിസ്ഥാന് ഇന്ത്യയുടെ മേൽ വളരെ വിജയ ശതമാനം വളരെ കുറവാണ്. പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിയിലിരിക്കുമ്പോൾ അവർക്കൊരു മാനസിക ആധിപത്യമുണ്ട്. ആ ആധിപത്യത്തിനൊന്നിച്ച് ഈ മത്സരങ്ങളുടെ ഈ കളത്തിന് പുറത്തെ ചൂടുകളിൽ നിൽക്കുമ്പോൾ ഒരു പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പാകിസ്ഥാൻ ഇറങ്ങുന്നത്.
ഇന്ത്യക്ക് നമ്മുടെ ഇടയിൽ വരാത്ത ടീമിനെതിരെ നമ്മൾ ജേഴ്സിയിൽ പേരൂരും മക്കാത്ത താരത്തിന് ടീമിനെതിരെ എത്രയും വലിയൊരു വിജയം കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിലെ ഫൈനലിൽ ആ ഒരു വിജയം ആവർത്തിക്കാനായിരിക്കും പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. നേരെ മറിച്ച് ഇന്ത്യ അതൊരിക്കലും അംഗീകരിക്കാൻ ഇന്ത്യക്ക് മാനസികമായി ഒരു ലാവില്ല. അപ്പൊ ആ പോരാട്ടം തീപാറെന്ന് ഉറപ്പാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഒരു മത്സരം കൂടി ഇന്ത്യ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിലെ ഒരു സമ്പൂർണ്ണ ആധിപത്യം അതേസമയം ഈ മത്സരം വിജയിച്ച് ഒരു എന്താ പറയാ 3-3 രീതിയിലേക്ക് എത്തിക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുന്നത്. ഇന്ത്യ നിലവിലെ ടീമിന് അതിന് സാധ്യത കൂടുതലാണ്. ഈ നമ്മൾ പറയുമ്പോൾ പാകിസ്ഥാനോട് ശത്രുവിനോട് ഏറ്റുമുട്ടുന്ന സമയത്ത് കുറച്ചുകൂടെ ആധിപത്യം കൂടും. ശത്രുവാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രത്യേകിച്ച് രോഹിത് കോഹ്ലിനെ പോലുള്ള താരങ്ങൾ ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് കാര്യങ്ങൾ എളുപ്പമാകും തന്നെയാണ്. പിന്നെ ബോളർമാരുടെ കാര്യമാണ്. ബുംറയുടെ കാര്യത്തിൽ ഇപ്പൊ ഒരു പരിക്ക് അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഷമി ആണെങ്കിൽ ഫിറ്റ്നസ് എങ്ങനെയാണെന്നുള്ളത് പരിക്കേറ്റിട്ട് ഒരു വർഷത്തിലധികം ലോകകപ്പിന് ശേഷം കളിച്ച ഇത് കുറവാണ്. അതിപ്പോ ആഭ്യന്തര ക്രിക്കറ്റിലാണ് ചെറിയ രീതിയിലൊക്കെ തിരിച്ചു വന്നത്. അപ്പൊ എന്തായാലും ഒരു നല്ല പോരാട്ടം തന്നെയായിരിക്കും അടുത്ത ഫെബ്രുവരി 23 കാണാൻ കഴിയുന്നത് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.